നമസ്കാരം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ജിത്തു സതീശൻ മംഗലത്ത് രചനയും സംവിധാനവും നിർവഹിച്ച നല്ല സിനിമ പ്രൊഡക്ഷൻസ് അവതരിപ്പിച്ച നടന്ന സംഭവം അധ്യായം 1 എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുവാനാണ്. ഈ സിനിമയിൽ പരിചിതമായ ഒരു മുഖം എന്ന് പറയുന്നത് അസ്കർ അലിയാണ്. ആസിഫ് അലിയുടെ അനുജൻ അസ്കർ അലി. അദ്ദേഹമാണ് അനന്തു എന്ന കഥാപാത്രത്തെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. വിനീത് കുമാറുണ്ട്. റജി എന്ന കഥാപാത്രത്തെയാണ് വിനീത് കുമാർ. പോലീസുകാരുടെ കഥയാണ്. അതിലുപരി ഇതൊരു വിഭ്രാത്മകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ചലച്ചിത്രം അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടി നമുക്ക് ഏകാഗ്രതയെ സമ്മാനിക്കണം. മനസ്സ് ചലച്ചിത്ര ആസ്വാദന വേളയിൽ അല്ലെങ്കിൽ കലാസ്വാദന വേളയിൽ നമ്മുടെ മനസ്സ് ഏകാഗ്രമായിട്ടിരിക്കാനായിട്ട് സാധിക്കണം. നമ്മെ ആ അനുഭവത്തിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനായിട്ട് ആ സൃഷ്ടിക്ക് കഴിയണം. അപ്പോഴാണ് അതൊരു സൃഷ്ടി ആകുന്നത്. ഈ സിനിമയിൽ അസ്കർ അലിയുടെ ഭാര്യ, അസ്കർ അലി അവതരിപ്പിക്കുന്ന അനന്തുവിൻ്റെ ഭാര്യ നീതു പ്രസവിക്കാനായിട്ട് ഉദ്യമിച്ച് പ്രസവിക്കാനുള്ള നേരമായി, പ്രസവിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾ പറയുന്നു, പോയിക്കോ, പോയി ജോയിൻ ചെയ്തോ. ഒരു പുതുതായിട്ട് പോലീസിൽ ജോലി കിട്ടി അദ്ദേഹം വെള്ളൂർക്കര എന്ന നാട്ടിലേക്ക് പോവുകയാണ്. അവിടെ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്ന വിഭ്രാത്മകമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളെയാണ് ഈ സിനിമ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു സിനിമയ്ക്ക് ഒരു ത്രെഡ് വേണം, ഒരു ആദിമധ്യാന്ത പൊരുത്തമുള്ള ഒരു ത്രെഡ്. ആ ത്രെഡിനെ പിടിച്ചുകൊണ്ട് ഒരു സംഭാഷണവും ഇല്ലാതെ, മറ്റ് കഥാവിഗതികളൊന്നും തന്നെ ഇല്ലാതെ ആ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയി ഭംഗിയായിട്ട് അവസാനിപ്പിക്കുന്ന പല സിനിമകളും ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്, മലയാളത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് മറ്റ് സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാകുന്ന ഒരു സിനിമയായിട്ട് ഈ സിനിമ മാറുന്നത്. വിഭ്രാത്മകതയാണ്. ഇപ്പോൾ 24 എന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ സൂര്യയാണ് നായകൻ. സൂര്യ ഡബിൾ റോളാണ്, വില്ലനുമാണ്. നല്ലവനായിട്ടുള്ള ആളുമുണ്ട്, വില്ലനായിട്ടുള്ള. രണ്ടും സൂര്യ തന്നെയാണ്. തമിഴിലെ സൂര്യ, തമിഴ് സിനിമയാണത്. ഇവിടെ ഇവർ ഒരു കാട്ടിനുള്ളിൽ അകപ്പെടുന്നു. അവിടെ ഒരു കാക്കയുടെ വിഗ്രഹമുണ്ട്. ആ കാക്കയുടെ വിഗ്രഹത്തെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവിടെ ജീവിച്ചിരുന്ന ആളുകളുടെ ഒരു ആരാധനാമൂർത്തിയായിരുന്നു കാക്ക. തൊട്ടടുത്തുള്ള ഒരു രാജാവ് വന്ന് അവരെല്ലാം ഹിംസിച്ച് അവരുടെ ഈ കാക്ക ദൈവത്തെ അതിനെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയും പക്ഷെ അത് സാധിക്കാതെ വരികയും ഒക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു മദാമയെ, ആ കാട് ഭരിച്ച ഒരു മദാമയും മദാമയുടെ ചെറുപ്പക്കാരനായിട്ടുള്ള ഭർത്താവിൻ്റെയും കഥകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഇടയ്ക്ക് വരുന്നുണ്ട്. ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള യുക്തിയോ യാതൊരു തരത്തിലുള്ള കണക്ഷൻസോ ഇല്ലെങ്കിൽ പോലും നമുക്കിത് ആസ്വാദ്യമാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെ ഏകാഗ്രമായ മനസ്സിനെ നമ്മളെ ഏകാഗ്രമാക്കി നിർത്തിക്കൊണ്ട് ഈ സിനിമയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അവസാനം വരെ ഇത് എങ്ങനെയാണിത് അവസാനിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം. ഇപ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ്റെ കഥാപാത്രം വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുവന്ന ആളുകൾ, അതായത് പറങ്കികളെ കൊണ്ടുവരാൻ നാട്ടിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഒരാളാണ് ഈ സിദ്ധാർത്ഥ് ഭരതൻ.
ആ സംഭവം ഇനി ആവർത്തിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഈ കാടിനുള്ളിൽ നിന്നും പുറത്തേക്ക് പോകാം. എങ്ങനെ നോക്കിയിട്ടും ഈ കാടിനുള്ളിൽ നിന്നും ഈ കാക്കയുടെ വിഗ്രഹത്തിൻ്റെ അടുത്ത് നിന്നും ഇവർക്ക് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കുന്നില്ല. പല ആളുകളെയും അവർ കാണുന്നുണ്ട്. പക്ഷേ അവരുടെയൊക്കെ ആദ്യമൊക്കെ അവരുടെയൊക്കെ ഒരു പോലീസുകാരൻ വണ്ടി ഇടിക്കുന്നുണ്ട്. ഒരു പോലീസുകാരനെ വണ്ടി ഇടിക്കുന്നു. ഇയാൾ സഞ്ചരിച്ച് ആ നാട്ടിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു പോലീസുകാരനെ വണ്ടി ഇടിക്കുകയും ആ വണ്ടി ഇടിച്ച പോലീസുകാരനെ കൊണ്ട് ആശുപത്രിയിലെത്തുകയും ഒക്കെ ചെയ്യുന്നു. അയാൾ മരിക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. അവിടെ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോലീസുകാരനെ കാണാനായിട്ട് ഒരു പ്രായമായ സ്ത്രീയും ഒരു മകനും എത്തുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാരനെ കണ്ടാൽ ഒരു 30 വയസ്സാണ് പ്രായം തോന്നിക്കുന്നത്. പീറ്റർ എന്ന പേരുള്ള ഈ പോലീസുകാരനെ കണ്ടാൽ 30 വയസ്സാണ് തോന്നുന്നത്. പക്ഷേ ഇവർക്കൊരു 50-60 വയസ്സ് പ്രായം ഉണ്ട്. അവർ പറയുന്നു അയാൾ തൻ്റെ ഭർത്താവാണ്. ഇതെങ്ങനെ സാധിക്കും എന്നൊക്കെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അയാളുടെ ഇലക്ഷൻ ID കാർഡൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് പറയുന്നത് ഈ പീറ്റർ എന്ന് പറയുന്ന ആളുടെ മകനാണ്, ഭാര്യയാണ് എന്നൊക്കെ പറയുന്നത്. ഈ ഡേറ്റ് അതായത് 10-30 വർഷം മുമ്പുണ്ടായ കാര്യങ്ങൾ വീണ്ടും ഈ അസ്കർ അലി എന്ന അനന്തുവിൻ്റെ കഥാപാത്രത്തിൻ്റെ മുന്നിൽ അവതരിക്കുകയാണ് ചെയ്യുന്നത്. അസ്കർ അലിയുടെ അനന്തു എന്ന കഥാപാത്രം പോലും തൻ്റെ പൂർവ്വകാലത്തിലേക്ക് പോകുന്നുണ്ട്. അതായത് അതൊരു വിഭ്രാത്മകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. തൻ്റെ മകൾ വലുതാവുകയും അത് അവസാനമാണ് കേട്ടോ. തൻ്റെ മകൾ വലുതാവുകയും ഒരു 10-18 വയസ്സുള്ള ആളൊക്കെ ആയിട്ട് മാറുന്ന സമയത്ത് ഇവർ സഞ്ചരിച്ചിരുന്ന ഇതേ വണ്ടി ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇയാൾ വിളിച്ച് ചോദിക്കുന്നു മകൾ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭാര്യ പറയുന്നു തൊട്ടിൽ കിടക്കുന്നുണ്ട് മകൾ. അതാണ് വിഭ്രാത്മകത എന്ന് പറയുന്നത്. തൊട്ടിൽ കിടക്കുന്ന തൻ്റെ മകൾ 18 വയസ്സായ മകൾ മരിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഭാര്യയെ വിളിച്ചു ചോദിക്കുമ്പോൾ പറയും മകൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. വിഭ്രാത്മകത. ഈ വിഭ്രാത്മകതയാണ് ഈ സിനിമയുടെ രസം എന്ന് പറയുന്നത്. അങ്ങനെ പല പല കാര്യങ്ങളും ഒരു ജോർജ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ തമിഴ്നാട്ടിലെ ഒരു പോലീസുകാരൻ, അല്ലെങ്കിൽ ഇത് ബോർഡറിൽ നടക്കുന്ന കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറിൽ നടക്കുന്ന ഒരു സംഗതിയാണ് ഈ സംഗതികൾ. അപ്പോൾ ഇവരിങ്ങനെ ഈ ആളെ വോക്കി ടോക്കിയിൽ സംസാരിച്ച് ഈ പോലീസുകാരൻ സംസാരിച്ച് സാറേ എന്നെ രക്ഷിക്കണം, ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇവർ ഈ കാട്ടിലേക്ക് കയറുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ കാട്ടിലെത്തിക്കഴിഞ്ഞും ഇയാളെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അയാൾ തൊട്ടടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് തമിഴ്നാട്ടിലെ അയാൾ ജോലി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദിക്കുകയും ആ പോലീസുകാർ അവിടുത്തെ SI പറയുകയും ചെയ്യുന്നുണ്ട്. മുത്തുവേൽ എന്ന് പറയുന്നത് എൻ്റെ ഫാദറാണ് മുത്തുവേൽ 30 വർഷം മുമ്പ് ഇങ്ങനെ കാട്ടിലകപ്പെട്ട് കാണാതെ പോയ ഒരാളാണ്. അതേ സംഭവം അവിടെ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് ഇയാളുടെ മുന്നിൽ ഇയാളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്, നമ്മുടെ മനസ്സിലേക്കും കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ പല പല സംഭവങ്ങൾ ഇവർ അന്വേഷിച്ച് പോകുന്നതിൻ്റെ ഇടയ്ക്ക് 2 ശവങ്ങൾ കണ്ടുകിട്ടുന്നുണ്ട്. അതായത് അസ്ഥികൂടമായിട്ടുള്ള ബോഡി കണ്ടുകിട്ടുന്നുണ്ട്. അത് പരിശോധിച്ച് കഴിയുമ്പോൾ ഒരെണ്ണത്തിനകത്ത് ഇൻസ്പെക്ടർ അശോകൻ എന്ന് കാണുന്നു, ഒരെണ്ണത്തിനകത്ത് ആ മരിച്ച ആൾ ഇൻസ്പെക്ടർ റെജിയാണെന്ന് പറയുന്നു. ഇതെല്ലാം ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ആ സെയിം മൊമെൻറ്റിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവരെല്ലാം. പക്ഷേ അവർക്ക് വീണ്ടും മരണം സംഭവിക്കുന്നു. വീണ്ടും ഇവരെ കാണിക്കുന്നുണ്ട്. ഈ അശോകൻ SI അശോകനെ കാണിക്കുന്ന സമയത്ത് SI അശോകൻ കോൺസ്റ്റബിളായിട്ടും അനന്തുവിൻ്റെ കഥാപാത്രം ഇൻസ്പെക്ടറായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സിനിമ മുന്നോട്ട് പോവുകയും അവസാനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സംഭവം നടക്കാതിരിക്കുകയാണെങ്കിൽ, അതായത് ഈ പറങ്കി ആയിട്ടുള്ള സായിപ്പ് വന്ന് വീണ്ടും അക്രമങ്ങൾ നടക്കാൻ അനുവദിക്കാതിരിക്കുകയാണെങ്കിൽ, അക്രമം നടക്കാൻ അനുവദിക്കാതിരിക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഈ ലാബിറിന്താണ് രാവണൻ കോട്ട. ലാബിറിന്ത് എന്ന് പറഞ്ഞാൽ രാവണൻ കോട്ട പോലുള്ളൊരു സംഗതി. അതായത് ഇങ്ങനെ പോകുമ്പോൾ ഒരു വഴി ഇങ്ങോട്ട് പോകുന്നു, ഒരു വഴി അങ്ങോട്ട് പോകുന്നു. ഇതിലേതിൽ പോയാലാണ് പുറത്തേക്കുള്ള വഴി എന്നറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയാണ് ലാബിറിന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ രാവണൻ കോട്ടയിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ കാട്ടിൽ നിന്നും പുറത്ത് കടക്കണമെങ്കിൽ അത് നടക്കരുത് എന്ന് പറയുന്നു. പക്ഷേ അത് നടക്കുമോ? അവസാനം കാണിക്കുന്നുണ്ട്, പറങ്കിയെ കാണിക്കുന്നുണ്ട്, പറങ്കിയായിട്ട് വരുന്ന സായിപ്പിനെ കാണിക്കുന്നുണ്ട്.
നടക്കുമോ നടക്കാതിരിക്കുമോ എന്നറിയില്ല. പക്ഷെ അത് അവസാനം അത് അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. കലയിൽ ചോദ്യമില്ല, കഥയിൽ ചോദ്യമില്ല. നമുക്ക് വേണ്ടത് ആസ്വാദനമാണ്, ഏകാഗ്രതയാണ് നമുക്ക് വേണ്ടത്. അതാണ് വലിയ കാര്യം. ഏകാഗ്രതയാണ് ഒരു കല ആസ്വദിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടേണ്ടത്. ഏകാഗ്രതയാണ് വേണ്ടത്. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ റെജി ഒരു കൊച്ചുകുട്ടിയെ കാണുന്നുണ്ട്. ചതുപ്പിൽ വീണ് മരിച്ചുപോയ റെജി ഒരു കൊച്ചുകുട്ടിയെ കാണുന്നുണ്ട്. ഈ കൊച്ചുകുട്ടിയുടെ കൂടെ വേറൊരു പയ്യനുണ്ട്. ഈ പയ്യനാണ് ശരിക്കും ഈ റെജി. ഇതാണ് വിഭ്രാത്മകത എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ രസം എന്ന് പറയുന്നത്. ഈ രസം പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല, നമ്മുടെ ഏകാഗ്രമാക്കിക്കൊണ്ട് പോയിട്ടാണ് സംവിധായകൻ നമുക്ക് ഈ രസം പകർന്നു തരുന്നത്. രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ജിത്തു സതീശൻ മംഗലത്ത് തന്നെയാണ്. ജിത്തു സതീശൻ മംഗലത്തിൻ്റെ മറ്റൊരു സിനിമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു, വളരെ മികച്ച രീതിയിലുള്ള സംവിധാനം തന്നെയായിരുന്നു അദ്ദേഹം ആ സിനിമയിൽ കാഴ്ചവെച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. കുറേ നായ്ക്കളെ നിയന്ത്രിക്കുന്ന തായ്ലൻഡുകാരി, മലേഷ്യക്കാരി കഥ, കുര്യാച്ചൻ്റെ കഥ ഒക്കെ പറഞ്ഞ ആ സിനിമ, അതും ഇതുപോലെ കണ്ടിരിക്കാവുന്ന, ആദ്യം മധ്യാന്തം തന്നെ കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിരുന്നു. തിരക്കഥയിൽ പല പാളിച്ചകളും ആ സിനിമയിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. പക്ഷേ ഈ സിനിമയിൽ വന്നപ്പോൾ തിരക്കഥയ്ക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിലും ചെറിയ സ്ഥലങ്ങളിൽ സംഭാഷണം പറഞ്ഞ കാര്യത്തിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. ഇനി അടുത്ത സിനിമ വരുന്ന സമയത്ത്, ജിത്തു സതീശൻ്റെ അടുത്ത സിനിമ വരുന്ന സമയത്ത് അത് ഇതിലും മികച്ച ഒരു സിനിമയായി മാറാനുള്ള സകല സാധ്യതകളുമാണ് ഇതിനകത്തൂടെ നമ്മൾ കാണുന്നത്. ഇതിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിലൊരു ചെറിയ രാഷ്ട്രീയം അന്തർലീനമായി കിടപ്പുണ്ട് എന്നാണ് പറയാൻ തോന്നുന്നത്. അത് എന്താണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമയെ പറ്റിയുള്ള ഈ കാര്യങ്ങൾ നമുക്കിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്നാണ് തോന്നുന്നത്. അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ ഈ നാട്ടിൽ വന്ന മുഗളന്മാരും അതുപോലെയുള്ള അധീശ ശക്തികളും നമ്മുടെ നാടിനെ കൊള്ളയടിക്കുകയും നമ്മളെ ആക്രമിക്കുകയും നമ്മുടെ ആരാധനാലയങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കുകയും ഒക്കെ ചെയ്ത ഒരു കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കത് വീണ്ടെടുക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ആ ഒരു ചരിത്ര വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ഇതവിടെ ഉണ്ട്, അതിവിടെ ഉണ്ട്. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം നൂറ്റാണ്ടുകളോളം ഈ നാട്ടിൽ ജീവിച്ച ആളുകളെ ഹിന്ദു എന്ന് വിളിക്കാമെങ്കിൽ ഇപ്പോഴും ഈ നാട്ടിൽ ജീവിക്കുന്നവരൊക്കെ ഹിന്ദുക്കൾ തന്നെയാണ്, ഒരു സംശയവുമില്ല എന്ന് വിളിക്കാമെങ്കിൽ. ഹിന്ദു മതം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്, അതൊരു മതമല്ല, പ്രത്യേക രീതിയിലുള്ളൊരു മതമല്ല. ആ സംസ്കാരധാരയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിനെ തച്ച് തകർക്കാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള കുറേ ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. ഡോക്ടർ ശ്യാംകുമാർ, സണ്ണി കപ്പിക്കാട്, മാളവിക ബിന്നി എന്നൊക്കെ പറഞ്ഞ കുറേ ആളുകൾ, ശ്രീനാരായണ ഗുരു ഹിന്ദു അല്ല എന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന വേറെ ചില ആൾക്കാർ. ഇനി ശ്രീനാരായണ ഗുരു ഹിന്ദു ആവട്ടെ, ഹിന്ദു ആവാതിരിക്കട്ടെ, ഹിന്ദു എന്ന് പറയുന്നത് ഒരു പ്രത്യേക ചട്ടക്കൂട്ടിലുള്ളൊരു സാധനമല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തിനാണ് വീണ്ടും ഇതൊക്കെ നമ്മൾ പറയുന്നത്? മറ്റൊരു മതത്തിനും ഇല്ലാത്ത മഹത്തായ ശ്രേഷ്ഠതയുള്ള ഒരു മതമല്ല, ഒരു സംസ്കാരമാണത്. വേദാന്ത മതം എന്ന് വിളിക്കാനാണ് സ്വാമി വിവേകാനന്ദൻ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അത്തരം മഹത്തായിട്ടുള്ള അനുഭവങ്ങളെയൊക്കെ തകർക്കാൻ വേണ്ടി ശ്യാംകുമാറും ആർക്ക് വേണ്ടിയിട്ടാണ്? ആയിരക്കണക്കിന് കാതം അപ്പുറം കിടക്കുന്ന ഇറാന് വേണ്ടി വാദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ഇരിക്കുന്ന കമ്പ് വെട്ടുന്നത് അങ്ങനെയാണ്, ഇവർ ഇരിക്കുന്ന കമ്പ് വെട്ടുന്നത്. അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്ന അധീശന്മാരിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഉദ്യമിക്കുന്ന ഒരു പറ്റം അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ ഒരു കഥയാണ്. അത് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുകയാണെങ്കിൽ, ഇങ്ങനെ നമ്മുടെ സംസ്കാരധാരയുമായിട്ട് നമ്മുടെ സംസ്കാരമൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. പുറത്തുനിന്ന് വന്ന ആളുകൾ നമ്മളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി നമ്മുടെ മേൽ അധികാരം സ്ഥാപിച്ചിട്ട് പോലും നമ്മുടെ സാംസ്കാരിക ധാരയെ തകർക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ്. അതിന് ശ്രേണി എന്നൊക്കെയാണ് പറയുന്നത്. ചാതുർവർണ്ണയത്തിൻ്റെ ശ്രേണിയിൽപ്പെടാത്ത കാര്യം. എന്ത് ശ്രേണി? ഈ ശ്യാംകുമാർ പറയുന്ന പോലെ ഇത് ചാതുർവർണ്ണയം ഒരു ശ്രേണിയല്ല, ശ്രേണി വ്യവസ്ഥയുമല്ല.
അത് ബ്രാഹ്മണന് ശേഷം ക്ഷത്രിയൻ, ക്ഷത്രിയന് ശേഷം വൈശ്യൻ, വൈശ്യന് ശേഷം ശൂദ്രൻ, അങ്ങനെയൊന്നുമല്ല. 4 തരത്തിലുള്ള സ്വഭാവത്തെയാണ്, മനുഷ്യൻ്റെ സ്വഭാവത്തെയാണ് ഇവിടെ വിശദമാക്കിയിരിക്കുന്നത്. ബ്രാഹ്മണനെന്ന് പൂണൂലിട്ട് കഴിഞ്ഞാൽ ബ്രാഹ്മണനാവില്ല. ആ ആ ആ ബ്രഹ്മത്തെ അറിഞ്ഞ് ആചരിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ബ്രാഹ്മണന്മാർ. ക്ഷത്രിയന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് ക്ഷത്രിയന്മാർ. വൈശ്യന്മാരെന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്ത് ഈ ഈ നമുക്ക് ധനമുണ്ടാക്കി തന്ന്, ഇത് നല്ല രീതിയിലുള്ള കച്ചവടം ചെയ്ത് ധനമുണ്ടാക്കി തന്ന് ഈ നാടിനെ സമ്പദ് സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് വൈശ്യന്മാർ. ശൂദ്രന്മാർ, അവിടെയാണ് ഒരു തർക്കം കിടക്കുന്നത്. ശൂദ്രന്മാരെന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന ആളുകളെ ഉപദ്രവിക്കുന്ന ആൾക്കാരാണ് ശൂദ്രന്മാർ. ഒരു കാര്യമില്ലാതെ സത്യത്തെയൊക്കെ ബലി കഴിച്ചിട്ട് ഒരു കാര്യമില്ലാതെ വെറുതെ ആളുകളെ ഉപദ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുന്ന ആൾക്കാരാണ് ഈ ഡോക്ടർ ശ്യാംകുമാറും ഈ പറയുന്ന സണ്ണിയും കപ്പിക്കാടും ഈ പറയുന്ന മാളവിക ബിന്നിയൊക്കെ എന്ന് പറയാൻ ഈ സിനിമയെ അടിസ്ഥാനമാക്കി തന്നെ പറയാനായിട്ട് നമുക്ക് സാധിക്കും. ഈ സിനിമയിൽ റെജി എന്ന് പറയുന്ന കഥാപാത്രം അങ്ങനെയൊരു കഥാപാത്രമാണല്ലോ. അത്തരത്തിലുള്ളൊരു കഥാപാത്രത്തിൻ്റെ ഒരു ഛായ അയാൾക്കുണ്ട്. അവസാനം രക്ഷപ്പെടേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് മറ്റുള്ളവരെ വിളിക്കുന്നത്. ഈ നമ്മൾ മനുഷ്യ സമൂഹമായിട്ടാണ് ജീവിക്കുന്നത്. സമൂഹത്തിൽ ഒരു ഒരു വനമാവുമ്പോൾ പലതരത്തിലുള്ള മരങ്ങൾ വേണം, വൈവിധ്യങ്ങൾ വേണം. ആ വൈവിധ്യങ്ങൾ സ്വീകരിക്കുന്ന ഒരേ ഒരു ആൾക്കാരെന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്. ഹിന്ദു മതത്തിൻ്റെ കാര്യമല്ല പറഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യം, ഇന്ത്യയിൽ ജീവിച്ച് വളർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്.